ഹായ് ഹലോ എല്ലാവർക്കും എജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓയിലായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓയിലാണ്. സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുഖത്ത് വരുന്ന മൂക്കുരു എന്നതിൻ്റെ പാടുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. എക്സിമ സോറിയാസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലൊരു ഓയിലായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ മഞ്ചിഷ്ടയുടെ ഓയിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മഞ്ചിഷ്ട. നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ആയുർവേദത്തിലൊക്കെ ഏറെ പ്രാധാന്യമുള്ളൊരു ഔഷധസസ്യമാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും അലർജി, മൂക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ മഞ്ചിഷ്ട. മഞ്ചിഷ്ടയുടെ പൗഡർ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റെം എടുക്കണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ടയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പച്ചമഞ്ഞളാണ് കേട്ടോ. ഈ ഒരു പച്ചമഞ്ഞളിന് പകരം നമുക്ക് ഇതിൻ്റെ പൗഡർ ആണെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഈ ഒരു മഞ്ഞളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ മുഖക്കുരു റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കരുവാളിപ്പ് മാറ്റി സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളൊരു മഞ്ഞൾ ചതച്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മുടെ അടുക്കളയിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. പല ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇരിക്കുന്നത് പാലാണ് കേട്ടോ. ഇത് തിളപ്പിക്കാത്ത നമ്മൾ പച്ചപ്പാലുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു പാലിൽ വിറ്റാമിനുകൾ അതുപോലെ തന്നെ പ്രോട്ടീൻ, ലാക്റ്റിക് ആസിഡ് ഇതെല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ടും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഉരുളിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 230 ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. 230 ഗ്രാം തന്നെ പാലും ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്തോരാണ് നമ്മൾ എടുക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ പാലും എടുക്കണം കേട്ടോ. അങ്ങനത്തെ നമ്മൾ പാലും ആഡ് ചെയ്തിട്ടുണ്ട്. 230 ഗ്രാം വെളിച്ചെണ്ണയും 230 ഗ്രാം പാലും. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ പച്ചമഞ്ഞളാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. 20 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ പച്ചമഞ്ഞൾ എടുത്തിരിക്കുന്നത്. ഇത് മഞ്ഞൾ നമ്മൾ നമ്മുടെ ഇടികലുണ്ടല്ലോ അതിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. മിക്സിയിലിട്ടാണെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. ഭയങ്കര പേസ്റ്റ് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ 20 ഗ്രാം തന്നെ മഞ്ചിഷ്ട ഉണ്ടല്ലോ, മഞ്ചിഷ്ടയുടെ സ്റ്റെം അതും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചതച്ചിട്ടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പാല് 230 ഗ്രാം, വെളിച്ചെണ്ണ 230 ഗ്രാം, മഞ്ഞൾ 20 ഗ്രാം, മഞ്ചിഷ്ടയുടെ കോല് 20 ഗ്രാം. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് വറ്റി വരേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ എന്തായാലും കുറച്ചധികം ടൈം തന്നെ വേണ്ടി വരും. നമ്മളിതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യണമെങ്കിൽ കൂടിയും കുറച്ച് ടൈം വേണ്ടി വരും കേട്ടോ. ഇതൊക്കെ എന്തായാലും ഒന്ന് തിളച്ച് വറ്റി വരണ്ടേ. അപ്പോൾ ഇനി ഓരോരോ സ്റ്റെപ്പ് വീതം കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. നന്നായിട്ട് അത് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഒരു ഓയിലിൻ്റെ കൂട്ട് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വെക്കരുത്. ഇപ്പോൾ ഏകദേശം കുറേശ്ശെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ടൈം എടുക്കും. ആ ഒരു നമ്മളിട്ടിരിക്കുന്ന മഞ്ഞളൊക്കെ ഒന്ന് മൂത്ത് വരണതാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ഫൈനലായിട്ട് നമ്മുടെ ആ ഒരു എണ്ണ റെഡി ആയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു പതയൊക്കെ പോയി നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ പതയൊക്കെ പോണതാണ് ഇതിൻ്റെ ഒരു പാകം. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞളൊക്കെ എടുത്ത് കയ്യിലിട്ട് തിരുമുമ്പോൾ അത് പൊടിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്. ഇനി ഇതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചൂടാറേണ്ടതായിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട്
കാണിച്ചു തരാട്ടെ. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഒരു മഞ്ചിഷ്ടയുടെ ഓയിലാണിത്. നല്ല രീതിയിൽ അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ഓയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പൊടി ചേർക്കുമ്പോൾ കളറിൽ ഇത്തിരി ചേഞ്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതേ നമ്മൾ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലോട്ട് ഫില്ലാക്കാനായിട്ട് പോവുകയാണ്. എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ഓയിൽ യൂസ് ആക്കാവുന്നതാണ്. സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. എക്സിമ, സോറിയാസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഈ ഒരു മഞ്ചിഷ്ടയുടെ ഓയിൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ബോട്ടിൽ നമുക്ക് 100 ml തികച്ച് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ബോട്ടിൽ ഏകദേശം ഒരു 75 ഗ്രാമിൻ്റെ അടുത്താണ് നമുക്ക് ആ ഒരു ഓയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ടയുടെ ഓയിൽ വരുന്നത്. കുറച്ച് ടൈം വരും എന്തായാലും മേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. മിക്ക കൂട്ടുകാരും ചിലപ്പോൾ ചെയ്യണതായിരിക്കും. ക്യാരറ്റിൻ്റെ ഓയിൽ, ഗ്ലൂട്ടാത്തോൺ ഓയിൽ, ഇതൊക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും. ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുന്നേ അവരുടെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലതൊക്കെയാണ്. മുതിർന്നവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ടയുടെ ഓയിൽ വരുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു മഞ്ചിഷ്ടയുടെ ഓയിൽ വെച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റും ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.